ന്യൂസ് 18 കേരളത്തിലെ ഒരു എക്സ്ക്ലൂസീവ് റിപ്പോർട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെയും ധനകാര്യമന്ത്രിയുടെയും കാറുകൾ എങ്ങനെയാണ് ഒന്നിലധികം തവണ സ്പീഡ് നിയമങ്ങൾ ലംഘിച്ചതെന്ന് വെളിപ്പെടുത്തുന്നു. സകല വിവരങ്ങളും പബ്ലിക് ചെല്ലാൻ പോർട്ടിൽ ലഭ്യമാണെന്നും റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദ്യോഗിക വാഹനങ്ങളായ 2 ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ MPVകളും 14 തവണയെങ്കിലും വേഗപരിധി മറികടന്നതായി പ്രാദേശിക ചാനലിൽ സംപ്രേഷണം ചെയ്ത റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. സംസ്ഥാനത്തുടനീളം സ്ഥാപിച്ച സ്പീഡ് ട്രാപ്പുകളാണ് ഇത് വെളിപ്പെടുത്തിയത്. KL01 CB 7400 എന്ന രജിസ്ട്രേഷൻ നമ്പർ വഹിക്കുന്ന അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ 5 തവണ അമിത വേഗത്തിന് പിടിക്കപ്പെട്ടു. KL01 CB 8355 എന്ന രജിസ്ട്രേഷൻ നമ്പർ വഹിക്കുന്ന മറ്റൊരു ഔദ്യോഗിക ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ 9 തവണ പരിധി ലംഘിച്ചു. ഈ റിപ്പോർട്ട് കേരള ട്രാഫിക് പോലീസ് ഔദ്യോഗിക വെബ്സൈറ്റിലും ലഭ്യമാണ്. പൊതുജനങ്ങൾക്ക് ഇവ പരിശോധിക്കാൻ കഴിയും. ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്കും ട്രാഫിക് നിയമ ലംഘനത്തിന്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. തന്റെ ഔദ്യോഗിക വാഹനമായ ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ ഒന്നിലധികം തവണ വേഗപരിധി ലംഘിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. KL01 CB 8344 രജിസ്ട്രേഷൻ വഹിക്കുന്ന അദ്ദേഹത്തിന്റെ ഇന്നോവ ക്രിസ്റ്റ 28 തവണ സ്പീഡ് പരിധി മറികടന്നു. ഈ വിവരങ്ങളും കേരള ട്രാഫിക് പോലീസിന്റെ പൊതു വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഇവർക്ക് പുറമെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ഔദ്യോഗിക വാഹനം 4 തവണയും CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ വാഹനം 55 തവണയും BJP സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻ പിള്ളയുടെ വാഹനം 57 തവണയും മോട്ടോർ വാഹന വകുപ്പിന്റെ ക്യാമറയിൽ കുടുങ്ങി. മുഖ്യമന്ത്രിയും ധനമന്ത്രിയും പതിവായി വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് കാണാം. എന്നിരുന്നാലും അമിത വേഗത്തിൽ കുടുങ്ങിയപ്പോൾ അവർ വാഹനത്തിൽ ഉണ്ടായിരുന്നോ എന്നത് വ്യക്തമല്ല. ഇത്തരം പിഴകൾ ഓൺലൈനിലാണ് ഈടാക്കുന്നത്. ഈ സന്ദർഭങ്ങളിൽ പോലീസുകാർ വാഹനങ്ങളെ റോഡുകളിൽ നിർത്തിക്കാറില്ല. ഉപഭോക്താവ് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ ഓൺലൈനിൽ പരിശോധിക്കുകയും അതിനനുസരിച്ച് പിഴ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നൽകുകയും വേണം. നിശ്ചിത സമയത്തിനുള്ളിൽ പിഴത്തുക അടച്ചില്ലെങ്കിൽ വാഹനത്തിന്റെ ഉടമയും പിഴ നൽകേണ്ടതാണ്. കൃത്യസമയത്ത് പിഴ അടയ്ക്കാത്ത വീഴ്ച വരുത്തിയവർക്ക് പോലീസും RTOയും നോട്ടീസ് അയക്കുന്നതാണ് അടുത്ത നടപടി. അമിത വേഗത്തിനുള്ള നിയമത്തിൽ പിടിക്കപ്പെട്ട 3 ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ MPVകളും റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് ഡയറക്ടറുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവയാണ്. ഇവ സർക്കാർ ഔദ്യോഗിക വാഹനങ്ങളായതിനാൽ അവ പ്രാദേശിക RTOയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വേഗത നിയമങ്ങൾ ലംഘിച്ച ഒരു മന്ത്രിയെ പൊതു റോഡുകളിൽ പിടിക്കുന്നത് ഇതാദ്യമല്ല. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിന്റെ വാഹനം നിരവധി തവണ അമിത വേഗത്തിൽ പിടിക്കപ്പെട്ടു. എന്നിരുന്നാലും അവർ ചെയ്ത നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മന്ത്രിമാർ പിഴയടച്ചോ എന്ന് കണ്ടറിയണം.